നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ. BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി വർഷങ്ങളായിട്ടും തിരികെ നൽകിയില്ലെന്ന് പരാതി. ഇടുക്കി ജില്ലയിൽ മാത്രം അനന്തുവിനെതിരെ ഉള്ളത് 500ഓളം പരാതികൾ. കുപ്രസിദ്ധ ഗുണ്ടർ സാജൻ കൊലക്കേസിൽ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവർ മൂലമറ്റം സ്വദേശികൾ. തൊഴിൽപരമായ തർക്കങ്ങളും മദ്യം നൽകാത്തതുമാണ് സാജൻ സാമുവലിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്. വണ്ടിപ്പെരിയാറിൽ വയോധികയെ ആക്രമിച്ച് സ്വർണവും പണവും അപഹരിച്ച കേസിൽ കൊച്ചുമകൻ പിടിയിൽ. ഇയാൾക്കൊപ്പം 16 വയസ്സ് പ്രായമുള്ള മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാർ പോലീസ് പ്രതികളെ പിടികൂടിയത് സംഭവം നടന്ന മണിക്കൂറുകൾക്കകം. വാനരശല്യത്താൽ വലഞ്ഞും മറയൂർ മേഖല. കൂട്ടമായി വാനരന്മാർ കൃഷിയിടങ്ങളിലെത്തി നാശം വിതയ്ക്കുന്നു. വാനരശല്യത്താൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ. BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി വർഷങ്ങളായിട്ടും തിരികെ നൽകിയില്ലെന്നാണ് പരാതി. ഇടുക്കി ജില്ലയിൽ മാത്രം 500ഓളം പരാതികളാണ് അനന്തുവിനെതിരെ ഉള്ളത്. CSR ഫണ്ട് തട്ടിപ്പിൽ പ്രതിയായ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനെതിരെ ഇടുക്കിയിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലായി 9.5 കോടിയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. കരിമണ്ണൂർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ 100 കണക്കിന് പരാതികളാണ് ഇയാൾക്കെതിരെയുള്ളത്. തട്ടിപ്പ് നടത്തിയ പണം അനന്തു ആർഭാട ജീവിതത്തിന് ഉപയോഗിക്കുകയായിരുന്നു. വിവിധയിടങ്ങളിൽ സ്ഥലങ്ങളും ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പറഞ്ഞു. പരാതികൾ നമുക്ക് ഏകദേശം റിപ്പോർട്ടായിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസ്ട്രിക്റ്റിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലും ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെഷ്യൽ ടീം ഉണ്ടാകും. അല്ല, ഇത് ഇന്റലിജൻസ് പ്രകാരം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മളത് വാച്ചിൽ വരികയും നിരവധി പരാതികളുണ്ടാവും. അത് കൃത്യമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം തന്നെ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ആക്ഷൻ പോലീസിന് വന്നിട്ടുണ്ടാവും. BJP നേതാവ് ഗീതാകുമാരിയിൽ നിന്ന് 2017 അനന്തു 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തൊടുപുഴയ്ക്കടുത്ത് കോളപ്രയിൽ ഇയാൾ ഓഫീസ് തുറന്നിരുന്നു. ഓഫീസിന് സമീപമുള്ള പലരും ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഈ ഓഫീസ് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇതിന്റെ അറിഞ്ഞ അപേക്ഷ വെച്ചത് പ്രകാരം എന്റെ മോളുടെയും കൂടി തന്നെ 1 ലക്ഷം രൂപ പോയി. പിന്നെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ആയിട്ട് ഒരു 6 ലക്ഷം രൂപ പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. ഇപ്പൊ ഒരു കുറെ നാളായിട്ട് ആൾക്കാർ ഇങ്ങനെ പലയിടത്തു നിന്നും എന്നെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇങ്ങനെ 1 മാസം മുമ്പ് ഇങ്ങനെ ഒരു തട്ടിപ്പൊന്നും ഇതേക്കുറിച്ച് കേട്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് തൊട്ട് ആൾക്കാരിങ്ങനെ നിരന്തരം തൊട്ട് താഴെ അവര് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ ബോർഡ് കാണാറുണ്ട് കടയുടെ. അപ്പൊ വിളിച്ച് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പലർക്കും ഇങ്ങനെ കൊടുക്കണുണ്ട്, കാലതാമസമാണെങ്കിലും കിട്ടുമായിരിക്കും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ വന്നപ്പോ ഇതൊരു വൻ തട്ടിപ്പില് പെട്ട് ഞങ്ങളും ഇരിക്കുകയാണ്. മുമ്പ് മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് അനന്തു കൃഷ്ണനെന്നും കുറഞ്ഞ കാലയളവിൽ ഉന്നത സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയതിൽ സംശയം തോന്നിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. CSR ഫണ്ട് തട്ടിപ്പ് പരാതികൾ വന്നതിന് പിന്നാലെ രൂപം മാറ്റി അനന്തു കൃഷ്ണൻ. അറസ്റ്റുണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് അനന്തു രൂപം മാറ്റിയത്. തല മൊട്ടയടിച്ചും മീശ വടിച്ചുമാണ് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അനന്തു രൂപം മാറ്റിയത്. പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ നേരിൽ കണ്ട പ്രൊമോട്ടർമാർക്ക് പോലും അനന്തുവിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതേസമയം ഇയാൾ നടത്തിയ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. അനന്തുവിന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ 3 കോടി രൂപ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അനന്തുവിനെതിരെ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്. 2000 പരാതികളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇടുക്കിയിൽ 350, തിരുവനന്തപുരത്ത് 8 പരാതികൾ, പാലക്കാട്ട് 11 എന്നിങ്ങനെയാണ് പരാതികൾ ലഭിച്ചത്. എറണാകുളത്ത് നിന്ന് 700 കോടി തട്ടിയെടുത്തെന്നാണ് വിലയിരുത്തൽ. വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത്. വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം CSR ഫണ്ടായി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണമടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു.
അനന്തകൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകിയത്. 2 വീലറിന് പുറമെ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. ഇവയുടെ വിതരണോദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചു. ഇതിലൂടെ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. പണം നൽകി 45 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം ലഭിക്കാതെ വന്നതോടെ പലരും ഇയാളെ നേരിട്ട് സമീപിച്ച കാര്യങ്ങൾ തിരക്കി. ദിവസങ്ങൾക്കുള്ളിൽ വാഹനം ലഭ്യമാക്കുമെന്നായിരുന്നു ഇയാൾ നൽകിയ മറുപടി. 2-3 തവണ അന്വേഷിച്ചിട്ടും വാഹനം ലഭിക്കാതെ വന്നതോടെ പലരും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട സാജൻ കൊലക്കേസിൽ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂലമറ്റം സ്വദേശികളാണ് അറസ്റ്റിലായവർ. പ്രതികൾ നിഷ്ഠൂരമായാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. മൂലമറ്റം സ്വദേശികളായ പൊരിയത്ത് പറമ്പിൽ അഖിൽ രാജു, വട്ടമലയിൽ രാഹുൽ വിജയ്, പുത്തൻപുരയ്ക്കൽ അശ്വിൻ കണ്ണൻ, ആതുപ്പള്ളിയിൽ ഷാരോൺ ബേബി, അരീപ്ലാക്കൽ ഷിജു ജോൺസൺ, കാവനാൽപുരയിടത്തിൽ പ്രിൻസ് രാജേഷ്, പുഴങ്കരയിൽ മനോജ് രമണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിയായ അറക്കുളം സ്വദേശി വിഷ്ണു ജയനെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആകെ 8 പ്രതികൾ ഉള്ളതിൽ 2 പേർ ഒളിവിലാണ്. വിഷ്ണു ജയൻ കാപ്പ ചുമത്തപ്പെട്ട ആളാണ്. പാലാ ഡിവൈഎസ്പിയുടെയും കാഞ്ഞാർ പോലീസിന്റെയും നേതൃത്വത്തിൽ മൂലമറ്റത്തും ഇരുമാപ്രയിലും പ്രതികളെ എത്തിച്ച തെളിവെടുപ്പും നടത്തി. പ്രതികൾ മരിച്ച സാജനെ നിഷ്ഠൂരമായിട്ടാണ് കൊല ചെയ്തത്. അറസ്റ്റിലായ പ്രതികളുമായി സാജൻ നിരവധി തവണ ഏറ്റുമുട്ടിയിരുന്നു. സാജൻ ജീവിച്ചിരുന്നാൽ അത് തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പ്രതികൾ കരുതി. വായിൽ തുണി തിരുകി, കമ്പിക്ക് തലക്കടിച്ചും ശരീരം മുഴുവൻ പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ സമ്മതിച്ചു. പ്രതികൾ നിരവധി കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലും മറ്റും പ്രതികളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലവും പ്രതികളുടെ വളർച്ചയ്ക്ക് കാരണമായി. കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ. എരുമാപ്ര CSI ദേവാലയത്തിന്റെ പെയിന്റിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജനും പ്രതികളും തമ്മിൽ ബന്ധമുണ്ടാകുന്നത്. പെയിന്റിംഗ് ജോലിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടർ ഇട്ട മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവിടെ വെച്ച് യുവാക്കളും കൊല്ലപ്പെട്ട സാജനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും സാജനെ വായിൽ തുണിതിരുകി കമ്പിവടിക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം മൃതദേഹം പായയിൽ പൊതിഞ്ഞ മുട്ടം സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കുംകൂപ്പിൽ ഉപേക്ഷിച്ചു. കാഞ്ഞാർ SHO ശ്യാംകുമാർ KS, SI ബൈജു P ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചത്. രാത്രി വൈകി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൊഴിൽപരമായ തർക്കങ്ങളും മദ്യം നൽകാത്തതുമാണ് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS. പ്രതികളെ സാജൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതികൾ പ്രകോപിതരായി. തടികൊണ്ടുള്ള ആക്രമണത്തിൽ തലയോട്ടി തകർന്നതാണ് മരണകാരണം. ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾ മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. തെളിവുകൾ പരമാവധി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായും ജില്ലാ പോലീസ് മേധാവി കാഞ്ഞാറിൽ പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം അന്വേഷണത്തിൽ മനസ്സിലായത് 29-ാം തീയതി രാത്രി, അന്ന് വൈകിട്ട് അവിടെ മേലുകാവ് എരുമാപ്ര എന്ന സ്ഥലത്തുള്ള പള്ളിയിലെ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ കാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ കൊല്ലപ്പെട്ട ആള് സാജൻ സാമുവൽ അന്ന് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഈ തൊഴിൽപരമായ തർക്കങ്ങളും അതുകൂടാതെ ഈ മദ്യം വാങ്ങിച്ചത് ഷെയർ ചെയ്ത് കൊടുക്കാത്തതിനുള്ള ഒരു നിരസവും കാരണം, അതുകൂടാതെ നിങ്ങൾ ഒരാളെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണിയും ഒക്കെ ഈ പ്രതികളോട് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ഇവർക്ക് പ്രകോപിതരായിട്ടാണ് പ്രതികൾ അന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ്. അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചറായിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ മർദ്ദിച്ചു. തുടർന്ന് ബോഡി വരിഞ്ഞു കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞു കെട്ടി 30-ാം തീയതി രാത്രിയാണ് ഇവിടെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. 30-ാം തീയതി രാത്രി ഇവിടെ ഒന്ന് അവിടെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അതിനുശേഷം ഈ ബോഡി ഡിസെക്ട് ചെയ്തിട്ട് കൈ വെട്ടി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിങ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തു. പിന്നീട് പോലീസ് കഡാവർ ഡോഗിന്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ നടന്നുവരികയാണ്. എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു വരികയാണ്. വണ്ടിപ്പെരിയാറിൽ വയോധികയെ ആക്രമിച്ച് സ്വർണവും പണവും അപഹരിച്ച കേസിൽ കൊച്ചുമകൻ പിടിയിൽ. ഇയാൾക്കൊപ്പം 16 വയസ്സ് പ്രായമുള്ള മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. സംഭവം നടന്ന മണിക്കൂറുകൾക്കകമാണ് വണ്ടിപ്പെരിയാർ പോലീസ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വെളുപ്പിനെയാണ് സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ മൗണ്ട് കുഴിവേലിയിൽ
പാൽത്തങ്കത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ 2 പേർ വയോധികയുടെ മുഖം തുണി ഉപയോഗിച്ച് മൂടുകയും വായിൽ തുണി തിരികിയ ശേഷം മാലയും കമ്മലും തലയിണക്കിടയിൽ സൂക്ഷിച്ചിരുന്ന പണവും അപഹരിക്കുകയായിരുന്നു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ഇതിനിടയിലാണ് വയോധികയുടെ കൊച്ചുമകൻ കിഷോറിനെ പോലീസ് പിടികൂടിയത്. ഇയാൾക്കൊപ്പം 16 വയസ്സുള്ള മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്നും സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കിഷോറിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കിഷോറിന്റെ പേരിൽ മുൻപും കുടുംബാംഗങ്ങൾ തന്നെ കുമളി, വണ്ടിപ്പെരിയാർ, വാഗമൺ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയിട്ടുള്ളതായി വയോധിക പറഞ്ഞു. മയങ്ങിയ സമയമായിരുന്നു സാറ്. കറക്റ്റ് ഒരു 3 മണി. എനിക്ക് ഇവിടെ ഇരുന്നാലേ ഒരു സ്വസ്ഥതയുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ ഇരിക്കാം എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. എനിക്ക് ഇങ്ങ് പോയാൽ നിൽക്കാൻ മനസ്സ് വരത്തില്ല. ഇവിടെ താമസിക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ കൊച്ചൻ ലാസ്റ്റുകാരൻ്റെ ഇവിടെയുണ്ട്. ഇരുവരും ചേർന്ന് രാത്രിയിൽ വീടിന് സമീപമുള്ള പറമ്പിൽ ഒളിച്ചിരുന്ന ശേഷം 2 മണിയോടെ അകത്ത് പ്രവേശിക്കുകയും കൃത്യം നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 16 വയസ്സുകാരനായ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കും. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. കിഷോറിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാനരശല്യത്താൽ വലഞ്ഞ മറയൂർ മേഖല. കൂട്ടമായി വാനരന്മാർ കൃഷിയിടത്തിലെത്തി നാശം വിധിക്കുന്ന സ്ഥിതിയുണ്ട്. വാനരശല്യത്താൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. മറയൂരിലെ വനമേഖലയോട് ചേർന്ന ഇടങ്ങളിൽ വാനരശല്യം അതിരൂക്ഷമാണ്. കൂട്ടത്തോടെ കാടിറങ്ങിയെത്തുന്ന വാനരന്മാർ കണ്ണിൽ കാണുന്നതെല്ലാം തിന്നു നശിപ്പിക്കും. തുരത്തി ഓടിച്ചാൽ പോലും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. വാനരശല്യം അതിരൂക്ഷമായതോടെ ഒരു വിധത്തിലും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു. വാനരശല്യത്താൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വീടുകൾക്കുള്ളിൽ പോലും വാനരന്മാർ സ്വസ്ഥത നൽകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുരങ്ങന്റെ ശല്യം ഭയങ്കര ശല്യവാ. ഞങ്ങൾക്ക് 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇനി വച്ച് ഒന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാം നശിപ്പിക്കുക. പന്നിയും കുരങ്ങന്റെ ശല്യവും കാട്ടുപാടയുടെ ശല്യവും ഭയങ്കര ശല്യവാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോണ മാസം ഞാൻ 1300 രൂപയ്ക്ക് ഇവിടെ കഷ്ടപ്പാട് പെട്ടിട്ട് 1300 രൂപ സാധനം മേടിച്ച് വെച്ച് അത്രയും വാരിക്കൊണ്ടുപോയി. വീട്ടിൽ ചനൽ കൊണ്ടി എടുത്തിട്ട് എല്ലാം വാരിക്കൊണ്ടുപോയി. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെയാ സാറേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? ഞങ്ങളിങ്ങനെ കഷ്ടപ്പാട് പെട്ടി ജീവിച്ചിട്ട് കടയിൽ പണിയെടുത്തിട്ട് ഞങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് തിന്നാൻ പറ്റുമോ? കുരങ്ങനെ എല്ലാം ഭയങ്കര ശല്യവാ. അതിരാവിലെ കാടിറങ്ങിയെത്തുന്ന വാനരന്മാർ നേരം ഇരുളുമ്പോൾ മാത്രമേ തിരികെ കാട് കയറൂ. കൃഷിയിടം പൂർണ്ണമായി വാനരന്മാർ കൈയടക്കുന്ന സ്ഥിതി കർഷകരെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. വീടിനുള്ളിൽ ഇരിക്കുന്ന സാധനങ്ങൾ പോലും വാനരന്മാർ എടുത്തുകൊണ്ടു പോകുന്നതും വെല്ലുവിളിയാകുന്നു. തുരത്താൻ ശ്രമിച്ചാൽ ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണകാരികളാകുന്ന സാഹചര്യവുമുണ്ട്. വനത്തിനുള്ളിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിപ്പിച്ച് ജനവാസ മേഖലകളിലെ വാനരശല്യം നിയന്ത്രിക്കണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം വനാതിർത്തിയോട് ചേർന്ന ഇടങ്ങളിലെ കർഷകർ പൂർണ്ണമായി കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലക്കേസിൽ ഡൈംകു സ്വദേശി രതീഷ് കുറ്റക്കാരനെന്ന മുട്ടം കോടതി. 2020 ഫെബ്രുവരി 23-നാണ് വിജയമ്മയെ ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. 2020 ഫെബ്രുവരി 23-നാണ് കൊലപാതകം നടന്നത്. വളർത്തു പശുവിനെ അഴിക്കുന്നതിനായി തേലക്കാട്ടിലെത്തിയ വിജയമ്മയെ പ്രതി രതീഷ് കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബോധരഹിതയായ വിജയമ്മയെ തേയിലക്കാട്ടിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഇതിനുശേഷം വിജയമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ രതീഷ് അതേ വാക്കത്തി കൊണ്ട് തന്നെ വിജയമ്മയുടെ ദേഹമാസകലം 100-ൽ പരം മുറിവുകളേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം തേയിലത്തോട്ടത്തിൽ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളഞ്ഞു. തുടർന്ന് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് രതീഷ് പിടിയിലായത്. സംഭവം നടന്ന് 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ശിക്ഷാവിധി കോടതി വ്യാഴാഴ്ച പറയും. തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന വിജയമ്മയുടെ ഭർത്താവ് വിക്രമൻ നായർ പ്രതികരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് രാജേഷ് ഹാജരായി. ഹൈറേഞ്ചിലെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ കട്ടപ്പനയിൽ നടന്ന കർഷക സഭയിൽ ഉന്നയിച്ചിരിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ താൽപര്യപൂർവ്വം പരിഗണിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തീർച്ചയായിട്ടും ഞാൻ ഈ ഘട്ടത്തിൽ ഉറപ്പു തരുന്നു. കർഷക സഭയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ടും ഓപ്പൺ ഫോറത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഏറ്റവും ആധികാരികമായ പരിശോധന തന്നെ നടത്തും. സർക്കാരും വിശേഷ റവന്യൂ വകുപ്പും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പൂർണ്ണമായിട്ടുള്ളത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർഷക സഭയിൽ ഓപ്പൺ ഫോറത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ പരമാവധി നിയമപരമായി നിന്നുകൊണ്ട് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പു തരുന്നു.
കട്ടപ്പനയിൽ മലയാള മനോരമ സംഘടിപ്പിച്ച കർഷക സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. മലയാള മനോരമ കർഷകശ്രീ മാസികയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സഭയുടെ 3ാം ദിനത്തിൽ കുരുമുളക് കൃഷി സംബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. മലയാള മനോരമ കർഷകശ്രീ മാസികയുടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സഭയുടെ 3ാം ദിനത്തിൽ കുരുമുളക് കൃഷിയായിരുന്നു വിഷയം. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മറ്റിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന് ഇടുക്കിയിലേതിന്റെ അത്രയും മൂല്യം ഇല്ലെന്നും അത് മനസ്സിലാക്കി ഇടുക്കിയിലെ കൃഷി ആഗോള തലത്തിലേക്ക് ഉയർത്തണമെന്നും കളക്ടർ പറഞ്ഞു. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് നീഷ് മാർക്കറ്റിനുള്ളിലാണ് നമ്മൾ പോകേണ്ടത്. സോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും അതേപോലെ വട്ടക്കട പോയപ്പോൾ വട്ടക്കടയിൽ അവരുണ്ട് ഇൻക്ലൂസീവ് വെജിറ്റബിൾസ് ഉണ്ടല്ലേ, ബട്ടർ ബീൻസ്, സോയാ ബീൻസ്, പിന്നെ ഈ ഗാർലിക് എല്ലാം. ഇത് ഇവിടെ മാർക്കറ്റ് അത്രയില്ലാന്നാണ് ഞാൻ ബോധ്യപ്പെട്ടത്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ ഈ ബട്ടർ ബീൻസ്, സോയാ ബീൻസ് എല്ലാം ഈ ഹൈ ഡിമാൻഡിലാണ്. കിലോ 200 rupees വരെ മേടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വിൽപ്പന ചെയ്യുന്നത് 40 rupees 50 rupees വേണ്ടിയാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ഹിഡൻ ഒരു ലാൻഡ് ഇഷ്യൂ ഉണ്ട്. ആ ലാൻഡ് ഇഷ്യൂ കൂടി നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, അവിടെ മണി ലെൻഡേഴ്സ് കൂടുതലും ഈ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ തന്നെയാണ് മേടിക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് നിർബന്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷക സഭയിൽ മന്ത്രി കെ രാജൻ ഓൺലൈനായി പങ്കെടുത്തു. ശാന്തൻപാറ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ആർ മാരിമുത്തു സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ എ അഷിബ, കോഴിക്കോട് IISRലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി രാജീവ് എന്നിവർ ക്ലാസുകളെടുത്തു. മാതൃകാ കർഷകരായ പീറ്റർ ജോസഫ്, CV റോയി എന്നിവർ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി. അച്ചടക്കവും സേവന മനോഭാവവും നിയമങ്ങളോടുള്ള വിധേയത്വവും അനുവർത്തിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വാർഷികത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാകുന്നേൽ പതാക ഉയർത്തി. തുടർന്ന് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. രാജകീയ പ്രൗഢി കൊണ്ട് അലങ്കൃതമായ വേഷവിധാനങ്ങൾ ധരിച്ച് നമ്മുടെ ഈ മന്ന മെമ്മോറിയൽ ഹൈസ്കൂൾ തുടങ്ങിയിട്ട് 70ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ ഈ സ്കൂള് സപ്തതിയുടെ നിറവിലാണ്. ഈ സ്കൂളിലെ നമ്മുടെ സ്റ്റുഡൻസ് കേഡറ്റ് പോലീസിന്റെ 3ാമത് ബാച്ചിലേക്കുള്ള ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഈ SPC പോലീസ് രൂപം കൊടുത്തത് ഇവിടെ നമ്മളെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 2010 വർഷത്തിലാണ്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും കൂടെ ആണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, നമുക്ക് NSS, NCC തുടങ്ങിയ സംഘടനകൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തത്തുല്യമായ അതിലും കുറച്ചുകൂടെ മുൻപന്തിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംരംഭം തുടക്കം കുറിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, കട്ടപ്പന SHO TC മുരുകൻ, SPC പ്രൊജക്ട് ADNO SR സുരേഷ് ബാബു, സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, ഹെഡ്മിസ്ട്രസ് N ബിന്ദു, CPO TS ഗിരീഷ് കുമാർ, SCPO ശാലിനി S നായർ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ആലടിയിൽ പുലി ഇറങ്ങിയ ഭാഗത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ പുലിയുടേതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല.
കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അയ്യപ്പൻകോവിൽ ആലടി ഭാഗത്ത് പുലിയെയും 2 കുഞ്ഞുങ്ങളെയും കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക കണക്കിലെടുത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ക്യാമറയും സ്ഥാപിച്ചു. എന്നാൽ ക്യാമറ പരിശോധിച്ചതിൽ നിന്നും പുലിയുടേതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരാഴ്ചയെങ്കിലും നിരീക്ഷണം നടത്തിയാൽ മാത്രമേ സംഭവത്തിൽ വ്യക്തത വരൂ. മേഖലയിൽ പുലിയെ കണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള ഭാഗത്ത് റോഡ് വികസനം സാധ്യമാക്കണമെന്നാവശ്യം. വനമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് വീതി വളരെ കുറവാണ്. റോഡിന്റെ പലയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ടാറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് റോഡിന്റെ നവീകരണം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് യാത്രയ്ക്ക് സഹായിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത. ഈ പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള പ്രദേശത്തെ റോഡ് വികസനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. ഈ ഭാഗത്ത് റോഡ് കടന്നു പോകുന്നത് ചിന്നാർ വനമേഖലയിലൂടെയാണ്. വളരെ ഇടുങ്ങിയ പാതയാണിത്. എതിർദിശകളിൽ നിന്നും വരുന്ന 2 വാഹനങ്ങൾക്ക് പരസ്പരം മറികടന്ന് പോകുക പ്രയാസമുള്ള കാര്യമാണ്. റോഡിൽ നിന്നും ടാറിംഗ് വളരെ ഉയർന്നു നിൽക്കുന്നതിനാൽ റോഡിന് ഇരുവശവും ടാറിംഗിന് ശേഷം വലിയ കട്ടിംഗാണ്. വാഹനങ്ങൾ പരസ്പരം മറികടന്നു പോകുന്ന കാര്യത്തിൽ ഇത് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് മറയൂർക്ക്, ഉടുമൽപേട്ടയിൽ നിന്ന് മറയൂർക്ക് വരുന്ന റോഡാണ്. ഉടുമൽപേട്ടയിൽ നിന്ന് ചിന്നാർ വരെ നല്ല വീതിയും നല്ല റോഡുമാണ്. അത് ചിന്നാർ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് കിടന്നു കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിക്കാർ വന്നിട്ട് അവർക്ക് റോഡ് വിട്ട് ഇറക്കാനും പറ്റില്ല. ഇവിടെ വന്നിട്ട് അവർ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 20,000-30,000 രൂപയുടെ പണിയാണ് വണ്ടിക്ക് വരുന്നത്. ഒരു ടോറസോ ഇല്ലെങ്കിൽ ഒരു ബസ്സോ ഒരു ജീപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് സൈഡ് കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടിയുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. അവർക്ക് ഒന്നാമത് റോഡ് വിട്ട് ഇറക്കി അവർ ഓടിക്കില്ല. ഇവിടെയുള്ള വണ്ടിക്കാരെ ഇറക്കി കൊടുത്താലും അവർ ഒരു ബുദ്ധിമുട്ടിലാണ്. അവർക്കും അടി തട്ടിയിട്ട് ഭയങ്കര പണികളാണ് വണ്ടികൾക്ക് വരുന്നത്. ടാറിങ്ങിൽ നിന്നും ചെറുവാഹനങ്ങൾ പുറത്തേക്കിറക്കിയാൽ അടിഭാഗം ഇടിച്ചു കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട്. മറയൂരിന് ശേഷം തുടരെ വളവുകളുള്ള പാത കൂടിയാണിത്. റോഡിന് ഒരു ഭാഗം വലിയ കൊക്കയും ഈ ഭാഗങ്ങളിലൊന്നും വേണ്ട വിധം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ല. വാഹനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ കൊക്കയിലേക്ക് പതിക്കും. നിലവിൽ റോഡിന്റെ പലയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ടാറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് യാത്ര സുഗമമാകും വിധം റോഡിന്റെ നവീകരണം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം 2025 എന്ന പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളിലെ അർബുദ പരിശോധനയാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യം ആനന്ദം 2025 എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. രോഗം നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം. യഥാസമയം രോഗം അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ളൊരു പ്രയത്നമാണ് ഇപ്പം നമ്മളിലൂടെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. രോഗം ആദ്യം കണ്ടുപിടിക്കുക, അതിന് ചികിത്സ തേടുക എന്നുള്ള ഒരു പ്രവർത്തനം എത്രത്തോളം ഫലപ്രദമാകുമോ അത്രത്തോളം നമുക്ക് രോഗത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലിയും നേരത്തെയുള്ള സ്ക്രീനിങ്ങും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം നിങ്ങളെ വിജയിയാക്കാം എന്ന സന്ദേശത്തോടെ വിദ്യാർത്ഥികൾ നടത്തിയ ബോധവൽക്കരണ റാലി JPM കോളേജിൽ നിന്ന് ആരംഭിച്ച് കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമാപിച്ചു. JPM കോളേജ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങളിൽ ക്യാൻസർ പരിശോധനയോടുള്ള ഭയം അകറ്റുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ജനമനസ്സുകളിൽ വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തി. ഡോക്ടർ ദീപ പരിപാടിയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ സിറാജ് N ക്യാൻസർ ദിന സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജയൻ, ബിന്ദു മധുക്കുട്ടൻ, പ്രിയ ജോമോൻ, JPM കോളേജ് അധ്യാപകർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ്, നികിത P സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് NSS കേരള ഘടകം 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PM നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് NSS കേരള ഘടകം 25 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ ചലഞ്ചുകൾ ഏർപ്പെടുത്തി പണം സമാഹരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മേഖലയിലെ വിവിധ സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ കൂടാതെ പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ചലഞ്ച് നടത്തിയത്. സ്കൂളിൽ തന്നെ തയ്യാറാക്കിയ 1200-ലേറെ ബിരിയാണി പാക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചു. ഉദ്ഘാടന യോഗത്തിൽ NSS പ്രോഗ്രാം കോർഡിനേറ്റർ പോൾരാജ് ബി അധ്യക്ഷനായി. PTA പ്രസിഡന്റ് PM നൌഷാദ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് കേരളത്തിലെ മൊത്തം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സർക്കുലർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വണ്ടിപ്പെരിയാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മൾ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ പരിപാടി ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. നമ്മൾ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയ എല്ലാ നമ്മൾ പ്രധാനമായിട്ടും സ്കൂളുകളെ, ഓഫീസുകളെ, പോലീസ് സ്റ്റേഷൻ, അതുപോലെ ബാങ്കുകളെല്ലാം ആദ്യം നമ്മൾ ടാർഗറ്റ് ഇട്ടിരുന്നത്. എങ്കിലും വ്യാപാരികളുടെ ഒരുപാട് പിന്തുണ നമുക്ക് ലഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S. ജർമലിൻ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ K. മുരുകേശൻ, PTA വൈസ് പ്രസിഡന്റ് R. രാമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ഫെറോന SMVMന്റെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഹെയർ ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തി. കട്ടപ്പന ഫെറോന SMVM ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന ഫെറോന SMVMന്റെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഹെയർ ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തിയത്. 20ഓളം പേരുടെ മുടി ദാനം ചെയ്തു. കട്ടപ്പന ഫെറോന SMVM ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഏബിൾ ആന്റണി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിമി, അലൻ S. പുലിക്കുന്നേൽ, അലീന, അലൻ മറ്റപ്പള്ളി, ആനിമേറ്റർ സിസ്റ്റർ ലിസിയോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർ, റേഡിയേഷന് ശേഷം മുടി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു സേവനം, ഒരു ദാനം ചെയ്യുക എന്നൊരു രീതിയിലാണ് ഇന്നത്തെ ഈ പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ നിരവധി ആൾക്കാർ ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. CMC കോൺഗ്രിഗേഷന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന FIGകളുടെയും സമന്വയ സിയോൺ ചാരിറ്റി സൊസൈറ്റികളുടെ SHGകളുടെയും സംയുക്ത വാർഷികവും വിവിധ ഗ്രൂപ്പുകളുടെ ഫുഡ് ഫെസ്റ്റും നടന്നു. പാറത്തോട് സെന്റ് ജോർജ് ഫെറോന ഇടവക പാരിഷ് ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. CMC കോൺഗ്രിഗേഷന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്പേസിയ ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലുള്ള FIGകളുടെയും സമന്വയ സിയോൺ ചാരിറ്റി സൊസൈറ്റികളുടെ കീഴിലുള്ള SHGകളുടെയും സംയുക്ത വാർഷികമാണ് പാറത്തോട് സെന്റ് ജോർജ് ഫെറോന പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചത്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രദീപ CMCയുടെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. പാറത്തോട് സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു വീട്ടിക്കൽ, CMC സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ സിസ്റ്റർ ക്ലാരിസ്, സമന്വയ ഡയറക്ടർ സിസ്റ്റർ ലിൻസ് റാണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഗ്രൂപ്പുകളുടെ ഫുഡ് ഫെസ്റ്റ് മത്സരവും വ്യത്യസ്ത ഇനം ഗെയിമുകളും കൾച്ചറൽ പരിപാടികളും നടന്നു. ഫുഡ് ഫെസ്റ്റ് മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ കാശ്മീര SHGയിലെ വനിതകൾ ട്രോഫിയും ക്യാഷ് അവാർഡും കരസ്ഥമാക്കി. സ്പേസിയ കമ്പനി ചെയർമാനും ആനിമേറ്ററുമായ സിസ്റ്റർ ചൈതന്യ CMC, CEO മോനിഷ മോഹനൻ, കൺവീനർ ജോർലി പട്ടാംകുളം, ഷാജി കോച്ചേരി, കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ലൂസി ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഇക്കോനോവേറ്റ് 2025 എന്ന പേരിൽ സാമ്പത്തിക ശാസ്ത്രമേള സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലാണ് ഇക്കോനോവേറ്റ് 2025 എന്ന പേരിൽ സാമ്പത്തിക ശാസ്ത്രമേള സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായിട്ടാണ് മേള നടക്കുന്നത്. അക്കാദമിക് പ്രോഗ്രാമുകളാണ് മേളയുടെ പ്രധാന ആകർഷണം. ഡോക്യുമെന്ററി അവതരണം, ക്വിസ് മത്സരം, സംവാദം, പ്രബന്ധ അവതരണം, ഉപന്യാസ മത്സരം എന്നിവയിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. ഗൽബിലെ ചായക്കട എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റാണ് ഏറെ ശ്രദ്ധ ആകർഷിച്ചത്. തലമുറയ്ക്ക് അന്യം നിന്ന് പോയ പഴയ കാലത്തിലേക്ക് ഒരു കടന്നുവരവായിരുന്നു ഈ ഫെസ്റ്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫുഡ് ഐറ്റംസും ചേന ചേമെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഒരു വീടുകളിലും അങ്ങനെയില്ല. പുതിയ കാല ഫുഡുകളാണ് നമ്മൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യുക. അതുപോലുള്ള ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സും ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ പഴയ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കാണാൻ ഒരു അവസരവും കൂടെയാണ് ഈ ഫെസ്റ്റിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. പരിപാടിയിൽ സംഗീത, നൃത്ത മത്സരം, ഫാഷൻ ഷോ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ഈ ഒരു ഫെസ്റ്റില് കുട്ടികളുടെ നിരവധിയായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കാഡമിക് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റാണിത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു എക്സിബിഷനുണ്ട്.
ഇതും കൂടാതെ കുട്ടികൾക്ക് നിരവധിയായിട്ടുള്ള പ്രസന്റേഷൻ കോമ്പറ്റീഷൻ, ക്വിസ് പ്രോഗ്രാം, അതുകൂടാതെ എസ്എറൈറ്റ് കോമ്പറ്റീഷൻ, നിരവധിയായിട്ടുള്ള ഇൻഡോർ ഗെയിംസ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റ് മുന്നോട്ട് പോവുക. കോളേജ് പ്രിൻസിപ്പൽ കണ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ OC അലോസിയൂസ്, IQAC കോഓർഡിനേറ്റർ ടോജി ഡൊമിനിക്, കോളേജ് യൂണിയൻ ചെയർമാൻ സ്വാഹിൽ സത്യൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ 2ാം ദിവസത്തിൽ സെമിനാർ, പ്രബന്ധ അവതരണം എന്നിവ നടക്കും. സമാപന സമ്മേളനത്തോടെയാണ് മേള സമാപിക്കുക. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ധ്യാൻ ശ്രീനിവാസന്റെ ഓശാന OTTയിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ പ്രധാന വില്ലനായി അഭിനയിച്ച ഇടുക്കി സ്വദേശി ഇസ്രയേലിലെ യുദ്ധഭൂമിയിലാണ്. പ്രണയവും കലാലയ ജീവിതവും സിനിമയുടെ കാതലായപ്പോൾ OTTയിൽ കരുത്തുകാട്ടുകയാണ് ഓശാന. നവാഗതനായ NV മനോജ് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഓശാന OTT റിലീസായപ്പോൾ ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഇടുക്കി സ്വദേശി ടിൻസ് ജെയിംസ് വിദേശത്താണ്. ചിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന കശാപ്പുകാരന്റെ വേഷം ചെയ്ത ടിൻസ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ കാണാനാകാതെ ഇസ്രയേലിൽ ജോലിസ്ഥലത്തായിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷമാണ് ഏറെ ഇഷ്ടപ്പെട്ട സിനിമാ മേഖലയെ വിട്ട ടിൻസ് വിദേശത്തേക്ക് പോയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്താണ് സിനിമയുടെ റിലീസിങ്ങിന് കാത്തുനിൽക്കാതെ ടിൻസ് ഇസ്രയേലിൽ എത്തിയത്. ഡബ്ബിംഗ് സമയത്ത് ചിത്രത്തിന്റെ ചില രംഗങ്ങൾ കാണാനായി എങ്കിലും OTTയിലൂടെ സിനിമ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകുന്നതായി ടിൻസ് പ്രതികരിച്ചു. കഴിഞ്ഞ നവംബറിലായിരുന്നു സിനിമ റിലീസായത്. പക്ഷേ അന്ന് ഞാനിവിടെ ഇസ്രായേലിലായതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കാത്ത് ഇരുന്ന് ഈ മാസം അത് റിലീസായത്. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു ഔട്ട്പുട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പോഴാണ്. എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ തിയേറ്ററിൽ അത് ഒരു സിനിമയുടെ യഥാർത്ഥ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ OTTയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രേക്ഷകർ അത് കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിലവിൽ ടെല്ലവീവിൽ ഫുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് സിനിമയുടെ സംഘടന സംവിധായകൻ കൂടിയായ ടിൻസ്. ഇതിനു മുമ്പ് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത കുൻഫു മാസ്റ്റർ എന്ന സിനിമയിലൂടെയാണ് ടിൻസ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് അപ്സര, അൻപരശൻ, കാതൽ, 1985 എന്നീ ചിത്രങ്ങളുടെ സ്വതന്ത്ര സംഘടന സംവിധായകനായി. 25 വർഷമായി ആയോധനകല അഭ്യസിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ 1 വർഷമായി ഇസ്രായേലിന്റെ സൈനിക ആയോധനകലയായ ക്രാവു മാഗ പരിശീലിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഈ ഫീൽഡിലുണ്ട്. അവർ തന്നെ പല വേഷങ്ങൾക്കായിട്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇസ്രായേലിലെത്തി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇനി കുറച്ച് നാൾ കൂടി ഇവിടെ നിന്ന് നമ്മുടെ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്തിട്ട് തിരികെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരികെ എത്തിയതിന് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വാഴത്തോപ്പ് സ്വദേശിയാണ് ടിൻസ്. ഭാര്യ ജൂലിയ. ഡേവിഡ്, മോറിറ്റ്, കാർമിയ എന്നിവർ മക്കളാണ്. മകൻ ഡേവിഡ് ഹാർവേയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജരാനരകൾ ബാധിച്ച മനസ്സിനെ പോലും പ്രണയം എങ്ങനെ അതിജീവിപ്പിക്കും എന്ന വ്യക്തമാക്കുന്ന വിധത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, ബാലാജി, ബോബൻ സാമുവൽ, വർഷ വിശ്വനാഥ്, അൽതാഫ്, സാബുമോൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാണ്. ഇടുക്കി, ഹൈദരാബാദ്, കോട്ടയം എന്നിവിടങ്ങളിലാണ് ചിത്രം പൂർത്തീകരിച്ചത്. ചിത്രത്തിലെ ഗാനരംഗങ്ങൾ ഇതിനോടകം ജനസ്വീകാര്യത ഏറ്റുവാങ്ങിയിരുന്നു. വയോമിത്രം കട്ടപ്പന വെട്ടിക്കുഴക്കവൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഉല്ലാസയാത്ര നടത്തിയത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വീടുകളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാതെ ഒരു പിടി നല്ല ഓർമ്മകളുമായി അവർ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. കട്ടപ്പന വെട്ടിക്കുഴക്കവലയിലെ വയോജനങ്ങൾക്കായി വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചുറ ഒരുക്കിയ വിനോദയാത്ര നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാരണം അവരുടെ മക്കൾ അവരുടെ കൂടെ പല വീടുകളിലുമില്ല. അങ്ങനെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന കാലത്താണ് വെട്ടിക്കിഴക്കവലയിൽ നിന്നും ഇത്തരത്തിലൊരു യാത്ര പോകുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു കാര്യം, രാജ്യത്തടക്കം ഞങ്ങളുടെ ഭരണസമിതി ഈ വർഷം 6 ലക്ഷം രൂപയാണ് വയോജനങ്ങളുടെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. അപ്പം മിക്കവാറും നമുക്ക് ഓണത്തിന് നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ വയോമിത്രത്തിൻ്റെ കീഴിലുള്ള ഏകദേശം 400ഓളം ആളുകളെ നമ്മൾ വളരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ നല്ല മാനസികമായ ഉല്ലാസത്തിൽ കൊണ്ടുപോകത്തക്ക രൂപത്തിലുള്ള പൈസ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുള്ള പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബഡ്ജറ്റ് ഈ മാസം അവസാനത്തോടുകൂടി ബഡ്ജറ്റ് വരും. ആ ബഡ്ജറ്റിൽ, നഗരസഭാ ബഡ്ജറ്റിൽ
വയോജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു വലിയ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. സംഘത്തിലുണ്ടായിരുന്നവർ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച തിരിച്ചെത്തിയതാകട്ടെ യൗവനത്തിന്റെ പ്രസരിപ്പും പുതിയ സ്വപ്നങ്ങളുമായാണ്. 5 മണിക്കൂർ ബോട്ട് സവാരിക്ക് ശേഷം ആലപ്പുഴ ബീച്ചിലും സംഘം സന്ദർശനം നടത്തി. ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയായിരുന്നു യാത്ര. 78-കാരനായ ചില്ലംതറ ജോസഫ് ഉൾപ്പെടെ യാത്രയിൽ 40 പേരാണ് പങ്കെടുത്തത്. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ, വയോമിത്രം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ്, KA മാത്യു, ലിസി ജോണി, പാപ്പച്ചൻ എന്നിവർ ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികത്തിനും തൈപ്പൂയ മഹോത്സവത്തിനും തുടക്കമായി. ഫെബ്രുവരി 4 മുതൽ 12 വരെയാണ് തൈപ്പൂയ മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാഭരണ സമർപ്പണവും നടന്നു. ഹൈറേഞ്ചിന്റെ പഴനി എന്നറിയപ്പെടുന്ന അയ്യപ്പൻകോവിൽ ആനക്കുഴി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികത്തിനുമാണ് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി നിവിൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി കാണിക്ക അർപ്പിക്കൽ, ഘോഷയാത്രയ്ക്ക് ശേഷം പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കലും തിരുവാഭരണ സമർപ്പണവും വിശേഷാൽ പൂജകളും തൃക്കൊടിയേറ്റും നടന്നു. മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ സന്ദേശം നൽകി. ആചാര പരിപാടികളിലും പൂർണ്ണമായും പങ്കെടുക്കുവാൻ ഈ പ്രദേശവാസികൾ മുഴുവൻ പേരോട് അഭ്യർത്ഥിക്കുകയാണ്. അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നാനാജാതി മതസ്ഥരുടെ സഹായത്തോടെയൊക്കെ നടന്നു പോരുന്ന ക്ഷേത്രമാണ്. എല്ലാ മതസ്ഥരും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. 9-ാം തീയതി ഞായറാഴ്ച 11 മണിക്ക് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം നടക്കും. 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും. 10-ാം തീയതി വൈകിട്ട് 7:30 മുതൽ കുടുംബയോഗ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും 10:30 പള്ളിവേട്ടയും നടക്കും. 11-ാം തീയതിയാണ് മഹാഘോഷയാത്ര നടക്കുക. പ്രസിഡന്റ് ബിജു കുമാർ, സെക്രട്ടറി വിജയൻ വള്ളോംകുളത്ത്, വൈസ് പ്രസിഡന്റ് രതീഷ് TR തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ 59ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും 25 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലാലി ജോർജിനുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. മികവാർന്ന പ്രവർത്തനങ്ങൾ അത് രക്ഷകർത്താക്കളുടെ, പൊതുജനങ്ങളുടെ, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആഘോഷിക്കുക. ആഘോഷത്തിൻ്റെ അലയൊടികൾ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലും ഈ ഹാളിലുമൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഒന്നാമത്തെ ആഘോഷം നേട്ടങ്ങളുടെ ആഘോഷമാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് തുമ്പനിരപ്പേൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഉപജില്ലാ AEO യശോധരൻ KK മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, മുൻ പ്രസിഡന്റ് ജിഷ ഷാജി തുടങ്ങിയവർ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു. സിസ്റ്റർ മരിയ റോസ്, റവറന്റ് ഡോക്ടർ ജോർജ് കുച്ചുപുരയ്ക്കൽ, ഫാദർ കുര്യൻ ഒവേലിൽ, ഫാദർ ആന്റണി ഒവേലിൽ, ഫാദർ മാത്യു വളവനാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2ാം തവണ ഇടം നേടിയിരിക്കുകയാണ് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി സന റജീസാം എന്ന കൊച്ചുമിടുക്കി. UN അംഗീകൃതമായ 195 രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും 2 മിനിറ്റ് 29 സെക്കൻഡ് 59 മില്ലി സെക്കൻഡിൽ പറഞ്ഞാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ മിടുക്കി ഇടം നേടിയത്. 2022 പീരിയോഡിക് ടേബിളിലെ 118 മൂലകങ്ങൾ 1 മിനിറ്റ് 23 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ 7ാം വയസ്സിൽ സന റജീസാം ആദ്യമായി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു.
നിരന്തര പരിശ്രമത്തിലൂടെയാണ് സന ഈ അംഗീകാരം നേടിയെടുത്തത്. അഫ്ഗാനിസ്ഥാൻ, കാബൂൾ, അൽബേനിയ, തിരാന, അൾജീരിയ, സെൻട്രോ, എല്ലാം കൊളംബിയ, ആന്റിഗ, ബർബഡോസ്, സർജനിയ, സ്വിസ്, അർമേനിയ, യെർവൻ, ഓസ്ട്രേലിയ, കാനഡ, ഓസ്ട്രിയ, വെന, അസർബൈജാൻ, ബക്കു, ബഹമാസ്, നാസോ, ബഹ്റൈൻ, മനാമ, ബംഗ്ലാദേശ്, ധാക്ക, ബറോഡ, സ്വിറ്റ്സർലൻഡ്, ബെലാറസ്, മെക്സിക്കോ, വെനിംഗ്, സ്പെയിൻ, പോർട്ടനോ, ഭൂട്ടാൻ, ഇതിനായി മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയും ലഭിച്ചു. മകൾ ആദ്യമായിട്ട് 2022 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് നേടിയായിരുന്നു. മകൾ പീരിയോഡിക്കൽ ടേബിൾ 118 1 minute 28 seconds കൊണ്ട് പറഞ്ഞ് റെക്കോർഡ് നേടി. അടുത്തത് കുഞ്ഞിൻ്റെ വളരെയധികമായിട്ടുള്ള പ്രയത്നത്താലും അധ്യാപകരുടെ സഹായത്താലും ഞങ്ങളുടെ സഹായത്താലും കുഞ്ഞ് 2025 ഓൾ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് 195+ UN അംഗീകൃതമായ 195+ 195 390 കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ നെയിംസ് 2 minutes 29 seconds കൊണ്ട് പറഞ്ഞു റെക്കോർഡ് നേടി. ഇപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സന. എഞ്ചിനീയറായ എരമത്ത് റിജിയുടെയും അധ്യാപികയായ സൗമ്യയുടെയും 2 മക്കളിൽ മൂത്ത മകളാണ് ഈ മിടുക്കി. ഓസാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, ഹെഡ്മാസ്റ്റർ ഡേവിസ് ടി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ സനയ്ക്ക് പ്രത്യേക അനുമോദനവും ഒരുക്കി. ഓസാനം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണിന്ന്. കാരണം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സന എന്ന വിദ്യാർത്ഥിനി 195 രാജ്യങ്ങളും അവയുടെ ക്യാപിറ്റൽസും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അംഗീകാരം നേടി. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞാണ് ഈ വിദ്യാർത്ഥിനി സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറിയത്. PT എക്സിക്യൂട്ടീവിൻ്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ സനയ്ക്ക് നേരുകയാണ്. സനയുടെ അനിയത്തി സ്വറയും ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 156, വിൽപ്പനയ്ക്ക് വന്നത് 38,074, വിൽപ്പന നടന്നത് 36,464, കൂടിയ വില 3,142, ശരാശരി വില 2,953. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 420, ഗ്രാമ്പു 900, കൊക്കോ 190, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,905 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ. BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി വർഷങ്ങളായിട്ടും തിരികെ നൽകിയില്ലെന്ന് പരാതി. ഇടുക്കി ജില്ലയിൽ മാത്രം അനന്തുവിനെതിരെയുള്ളത് 500ഓളം പരാതികൾ. കുപ്രസിദ്ധ ഗുണ്ടർ സാജൻ കൊലക്കേസിൽ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവർ മൂലമറ്റം സ്വദേശികൾ. തൊഴിൽപരമായ തർക്കങ്ങളും മദ്യം നൽകാത്തതുമാണ് സാജൻ സാമുവലിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. വണ്ടിപ്പെരിയാറിൽ വയോധികയെ ആക്രമിച്ച് സ്വർണവും പണവും അപഹരിച്ച കേസിൽ കൊച്ചുമകൻ പിടിയിൽ. ഇയാൾക്കൊപ്പം 16 വയസ്സ് പ്രായമുള്ള മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാർ പോലീസ് പ്രതികളെ പിടികൂടിയത് സംഭവം നടന്ന മണിക്കൂറുകൾക്കകം. വാനരശല്യത്താൽ വലഞ്ഞും മറയൂർ മേഖല. കൂട്ടമായി വാനരന്മാർ കൃഷിയിടങ്ങളിലെത്തി നാശം വിതയ്ക്കുന്നു. വാനരശല്യത്താൽ ചില കർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.